ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു വെഡ്ഡിങ് കേക്കിൻ്റെ റെസിപ്പി അല്ല, ഡെക്കറേഷൻ കാണിക്കാമെന്ന് കരുതി വന്നതായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റത്തെ ദിവസത്തിനുള്ളത്. അപ്പോൾ ആകെ അന്ന് ആ ഒരു വെഡ്ഡിങ് കേക്ക് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഓർഡർ എടുക്കുന്ന സമയത്ത്. പിറ്റത്തെ ദിവസം ഞാനിത് ക്രീമെല്ലാം ചെയ്ത് വെച്ച ടൈമിലാണ് രാവിലെ തന്നെ അടുത്ത ഒരു മാംഗോ കേക്ക്, അതുപോലെ ഒരു ബ്ലൂബെറി കേക്ക്, വീണ്ടും ഒരു വൈകിട്ടത്തേക്ക് ഒരു വെഡ്ഡിങ് കേക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ സ്പഞ്ചെല്ലാം നമ്മൾ കാലത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് ഇത് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. പിറ്റത്തെ ദിവസം കാലത്ത് ഒരു 12 മണിക്കാണ് ഈ ഒരു കേക്ക് കൊടുക്കേണ്ടത്. ഇത് വന്നിട്ട് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 1 kg 8 ഇഞ്ച് പാന് രണ്ടെണ്ണം എടുത്തിട്ട് അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 kg 5 ഇഞ്ചിൻ്റെ മോൾഡ് കേട്ടോ, ഒരു കുഞ്ഞ മോൾഡ് ഉണ്ട്, ഞാൻ അത് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് ബാക്കി അങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റാക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയാം 8 ഇഞ്ചിൻ്റെയിൽ 2 ലെയറും അങ്ങനെ 4 ലെയറായിട്ടാണ് താഴെ, മുകളിൽ 3 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴത്തെയും മുകളിലത്തെയും ഒക്കെ സ്പഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരേ ഫ്ലേവർ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ 2 ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ പഴയ ടേൺ ടേബിളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ബോർഡും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ 1 kg ചെയ്യുന്നത് 2 kg ബേസിലാണ് കേട്ടോ. നമ്മൾ വെഡ്ഡിങ് കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ കാണാൻ മാത്രം പുറത്തേക്ക് ബോർഡൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ടയറിന് എടുത്തിട്ടുള്ളത് പഴയ ബോർഡാണ് കേട്ടോ, കാരണം അത് നമുക്ക് ഇതിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പഴയ ബോർഡാണ് എപ്പോഴും യൂസ് ചെയ്ത് കഴുകിയിട്ട് ഞാൻ വീണ്ടും യൂസ് ചെയ്യാറുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ബോർഡൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് നമ്മളിപ്പോൾ സ്റ്റാക്ക് ചെയ്തിട്ട് മുകളിൽ വെക്കുമല്ലോ. അപ്പം പിന്നെ അത് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോർഡുമിൽ ആ വെള്ളത്തിൻ്റെ അടയാളം അവിടെ ഇങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് കേക്കിലേക്ക് വേറെ ഒരാൾ കസ്റ്റമറിന് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, പുതിയത് എടുക്കണ്ട. അപ്പോൾ ഈ ഒരു ഒരൊറ്റ ബോർഡാണ് ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് കഴുകിയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കാണാൻ നിങ്ങൾക്ക് അറിയും, വെള്ളം തട്ടിയിട്ടുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ സ്പീഡിൽ കഴിയാനായിട്ട് ഞാൻ 2 കേക്കിലും ഒരുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് അറിയാമല്ലോ, ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഒരു 2 റെഡ് വെൽവെറ്റ് കേക്ക് ഒപ്പം വന്നപ്പോൾ ഞാനത് ഒരുമിച്ച് ഐസിങ് ചെയ്യണേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടേൺ ടേബിൾ ഉണ്ടാകുമ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടേൺ ടേബിൾ ആ ഫൈബറിൻ്റെതായിരുന്നു, അതിന് അത്ര കണ്ട് റൊട്ടേഷൻ ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു പുതിയതിൻ്റെ അത്ര റൊട്ടേഷൻ ഇല്ല ഫൈബറിൻ്റെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഇതാ സ്പഞ്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തു. ഈ ഒരു ലെയറിൽ ഞാൻ ക്രീമിൽ കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ ക്രഷാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്, നമുക്ക് ഇപ്പോൾ കല്യാണങ്ങൾക്ക് ഒരുപാട് പേര് കഴിക്കണമല്ല, അപ്പോൾ കുറച്ച് നല്ല അഭിപ്രായമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫില്ലിങ്സ് ഒക്കെ മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ സെക്കൻഡ് ലെയറിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ 3ാമത്തെ സ്പഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേക്കും ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ക്രീം കോട്ട് ചെയ്യുന്ന വരെ ഞാൻ 2 ടേൺ ടേബിൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് അതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടേൺ ടേബിളിലാണ് ഈസി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റേത് ഞാൻ ഇത് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഒരു 1/2 kg എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറേശ്ശെ ക്രീം ആഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രാത്രിയിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ട് 2ഉം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. കാരണം എനിക്ക് പിറ്റത്തെ ദിവസം ഈ ഒരു ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാലത്ത് ഇനി എഴുന്നേറ്റിട്ട് ഒരു 12 മണിക്കല്ലേ കേക്ക് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻ വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ ഫ്രഷ് ഫ്ലവർ വാങ്ങാനായിട്ട് കുന്നുങ്ങളും പോകണം. അപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് കരുതിയതായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള സീൻ എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റത് തന്നെ കേക്ക് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് 1 kg മാംഗോ കേക്കായിരുന്നു. അപ്പോൾ വേഗം കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നു, ബേക്ക് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലവർ വാങ്ങാനായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇക്കയാണ് പോയിട്ട് വാങ്ങിക്കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്ന നേരത്തെ ചെയ്തിട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനില്ല. പക്ഷേ ഇത് ഡെലിവറി ചെയ്യും വേണം കേട്ടോ, നമുക്ക് അവരെ ഹോളിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് വന്നത് മാംഗോ കേക്ക് ഞാനിതാ ഈ ഒരു ഡെക്കറേഷൻ ആട്ടോ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡെക്കറേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്തിട്ട് പിന്നെ ഇരിക്കുമ്പോഴാണ് അടുത്ത കേക്കിനുള്ള ഓർഡർ വന്നത്. അപ്പോൾ ഇതാ ഞാൻ വേഗം സ്പാച്ചുല ഡിസൈൻ കൊടുത്തിട്ട് അവിടെ വെച്ചു. ആ ഒരു ലീഫിൻ്റെ ഡെക്കറേഷൻ ഉണ്ട് അതിന് കൊടുത്തിട്ടുള്ളത്, അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്.
അത് ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഈ ഒരു ബ്ലൂബെറി കേക്ക് കിട്ടുക. ഇത് ഫ്ലേവർ ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം തിരക്കുണ്ട്, കാരണം അപ്പോഴേക്കും എനിക്ക് വൈകിട്ടേക്ക് ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാകും, പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്, പക്ഷെ നമുക്കതിന് പറയാനും വയ്യ. പക്ഷേ എന്താ പറയുക, വെഡ്ഡിങ് കേക്ക് കൊണ്ട് വൈകിട്ടേക്ക് 7 മണിക്കാട്ടോ വെഡ്ഡിങ് കേക്ക് ഉള്ളത്. അത് നമ്മൾ ഇതേപോലെ വിലയും കൂടി എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. വെഡ്ഡിങ് കേക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയില്ല, നമ്മൾ തലേ ദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല സമാധാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെയാണ് ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് വേഗം ഞാനത് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് 10 മണിക്കാണ് വെഡ്ഡിങ് കേക്കിൻ്റെ വിളിക്കുന്നത്, എന്നിട്ട് 7 മണിക്ക് ആണ് എത്തിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്യണമല്ലോ, എന്നാലും നമുക്ക് ടയറായി നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പേരെഴുതിയപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, പ്രമീള എന്നുള്ള അതിൻ്റെ ഒന്നും കാണാനില്ല. കാണാനില്ല എന്നല്ല, ഞാനിത് വെച്ച ടൈമിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇക്ക എന്നോട് പറയുന്നത് അതിലത്തെ എവിടെയെന്ന്, ഇതന്നെയാണ് ശരിക്കും പേര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മേപ്പോട്ട് നോക്കണത്. അതുപോലെ അവർ പറഞ്ഞതിനേക്കാളും 1 മണിക്കൂർ നേരത്തെ എനിക്കിതൊന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ ഞാൻ പറഞ്ഞതിനേക്കാളും ഒരു 50 രൂപ എക്സ്ട്രാ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം നമ്മൾ അത്രയും ധൃതി പിടിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടായിരിക്കും അവരും, ഞാൻ ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ എക്സ്ട്രാ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല കസ്റ്റമേഴ്സും നമ്മൾക്കുണ്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് കസ്റ്റമർ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളെ വെഡ്ഡിങ് കേക്ക് ഒരു 12 മണിക്കാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 11:30 ആയപ്പോഴാണ് ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് മിൽക്ക് നമ്മൾ സെക്കൻഡ് ടയർ വെച്ച് കൊടുക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ, ഒരുപാട് ഓർഡേഴ്സൊന്നും നിങ്ങൾ കരുതേണ്ട. എനിക്ക് എന്നും ഇങ്ങനെ 4-5 ഓർഡറൊക്കെ ഉണ്ടാവുമെന്ന്, ചില ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അന്ന് ഓർഡറൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം എനിക്ക് ഒരൊറ്റ ഓർഡർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സമാധാനത്തിൽ നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യാമെന്നുള്ളതിലിരുന്നത്. അപ്പോഴാണ് ഇന്ന് 4 കേക്ക് ഒരുമിച്ച്, അതും 2 ടയർ കേക്ക് 2 ഒക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മളെ കേക്ക് വെച്ചപ്പോൾ താഴ്ഭാഗം കുറച്ചും കൂടെ ഒന്ന് തട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്താൽ ഇതുപോലെ അടയാളം വീഴും. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സെറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ പിന്നെ ഒന്നും ഫിനിഷിങ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് അവിടെ ഞാൻ ആ ഒരു ഭാഗത്താണ് അപ്പം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഫ്ലവർ കുത്തി കൊടുത്തത്. അപ്പോൾ ഫ്രഷ് ഫ്ലവറാണ് അത്, നമ്മൾ ക്ലീൻ റാപ്പൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് കസ്റ്റമർ ഇത് ഒരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, സെയിം അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഇതുപോലത്തെ പിക്കനുണ്ടോ തന്നിട്ടുണ്ടായിരുന്നത്. 3 ഫ്രഷ് ഫ്ലവർ താഴെയും അതുപോലെ 2 മുകളിലും ടോപ്പറും, അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ ബോൾസ് ആണ് കേട്ടോ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതും വലുതുമായിട്ട് ഇതുപോലെ 2 ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കൈയൊക്കെ സ്ക്രീനിൽ കാണാനൊരു പറ്റും. അപ്പോൾ വേറെ ഒന്നുമല്ല, മോളോട് ഞാൻ പറഞ്ഞാണ് വേഗം എടുത്തിട്ട്, നമ്മൾ വിചാരിക്കും ചെറിയ ഡെക്കറേഷനാണ് നമുക്ക് വേഗം ചെയ്ത് കഴിയാൻ പറ്റുമെന്ന്, പക്ഷേ ഇത് കാണുന്ന പോലെയല്ല, നമുക്ക് ഇതൊക്കെ കൂടി നിറയ്ക്കണ്ടേ. അതുപോലെ ഇതുപോലെ ജിപ്സം ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് വലിയ ബോൾസും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവസാന ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ എടുക്കുക, അതുപോലെ ഫോട്ടോസ് എടുക്കുക, പിന്നെ റീൽസിൽ ഇടാനുള്ള വീഡിയോസ് എടുക്കുക. അപ്പോൾ അതിന് 2 ടൈപ്പ് ഫോണിൽ ചെരിച്ച് പിടിച്ചിട്ടും ഒക്കെ എടുക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ടാസ്ക്കാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ നല്ലത് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ ഒരു ഫോട്ടോ വേണ്ടേ, നല്ല ഫോട്ടോ കിട്ടുക, നല്ല വീഡിയോ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരു കേക്കിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് കിട്ടണമെങ്കിൽ ഒരുപാട് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണേ. അതുപോലെ ഒരു കേക്കിൻ്റെ ഫോട്ടോ തന്നെ ഒരു 10-15 ഒരു 20ൻ്റെ മുകളിലൊക്കെ നമ്മൾ ഗാലറി കിടക്കുന്നുണ്ടാവും കേട്ടോ, കാരണം ചെരിച്ചെടുത്തിട്ടും ടേബിളിൽ കയറ്റി വെച്ചിട്ടും താഴെ വെച്ചിട്ടും ഒക്കെ ഉള്ളതായിട്ട് അത്രയും കഷ്ടപ്പെടാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കഷ്ടപ്പെടാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ നല്ലത് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൈകിട്ടേക്കുള്ള വെഡ്ഡിങ് കേക്ക് അത് ഞാൻ ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ചെയ്തിട്ടുള്ളത് 2.5 കിലോയിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള അവിടെ പേർപ്പിൾ കളറാണ് കേട്ടോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കൃത്യം 7 മണിക്ക് തന്നെ അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേക്ക് വിശേഷങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.